മാഡം ഒരു രക്ഷയില്ല, തമർ മാജിക് എന്ന് പറയാം. ആസ്വികയുടെ ഫീലിങ്സ് ഒരു എന്താ നമുക്ക് പറഞ്ഞ് അറിയിക്കാൻ പറ്റത്തില്ല, അത്രമാത്രം തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. മസ്റ്റ് വാച്ച്. ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ അമ്മയായതുകൊണ്ട് മാത്രമായിരിക്കത്തില്ലല്ലോ, നല്ല അടിപൊളി ഒരു മൂവി. എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിക്കുക. നല്ലൊരു ചെറിയ ഫാമിലി മൂവി. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ശരിക്കും മനസ്സിൽ നിന്നൊന്നും കരഞ്ഞു. ഒരു പേരൻറ്റിങ് ഒരു അച്ഛൻ എന്ന നിലയ്ക്ക് കുറച്ചുകൂടെ ആവണമെന്ന് തോന്നി. അതെ 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 വലിയ അത് സ്ക്രീനിൽ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തു. അതൊക്കെ നല്ല ഗംഭീരമായിട്ടും ചെയ്തിട്ടുണ്ട്. രണ്ടുപേരും ഭയങ്കര ഫീലായിട്ട് ചെയ്തിട്ടുണ്ട്. നന്നായിരുന്നു. അതെ അതെ ഉറപ്പായിട്ടും പ്രേക്ഷകരുടെ കയ്യിലാണ്. ഞാനൊരു കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവരുടെ ഫാദറാണ്, അപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഫീൽ ഗുഡ് മൂവിയാണ്, എന്തായാലും കാണണം. ഭയങ്കര ഇമോഷണലാണ്, കരയും. കുഴപ്പമില്ല, നല്ലൊരു പടം. നല്ലൊരു ചെറിയൊരു കഥയാണ്, ചെറിയൊരു ഗൾഫ് ബേസ്ഡ് ചെറിയൊരു കഥ. ഒരു കൊച്ചിനും അവരുടെ ഫാമിലിയെ ചുറ്റിപ്പറ്റി ആസിഫ് അലിയുടെ ഒരു ആസിഫ് അലി നന്നായിട്ടുണ്ട്. ആസിഫ് അലിയാണ് സിനിമ മുഴുവൻ ആദ്യം തൊട്ട് അവസാനം വരെ. ആസിഫ് അലിയുടെ ഒരു നല്ല പടം കാണാൻ കൊള്ളാം. നല്ലൊരു ഫാമിലി മൂവി കേട്ടോ, കുഴപ്പമില്ല. ഫീൽ ഗുഡ് മൂവി, അങ്ങനെ ഒരു പടമാണ്. അവസാനം ഒരു ഇമോഷണലൊക്കെ ആയിട്ട് വരുന്നുണ്ട്. കുഴപ്പമില്ല, നല്ലൊരു പടം. ഒരു മോശമൊന്നും പറയാൻ പറ്റത്തില്ല. നല്ലൊരു ഫീൽ ഗുഡ് മൂവി. നല്ല പടം, നല്ല പടം. എല്ലാവർക്കും ഇഷ്ടമാവും. കുട്ടികൾക്കും അമ്മമാർക്കും അച്ഛന്മാർക്കും എല്ലാവർക്കും ഇഷ്ടമാവും. നല്ലതാ മോനെ, നല്ല പടമാണ്. എല്ലാവരും അത് കാണണം. നല്ല പടമാണ്. അടിപൊളി പടം, സൂപ്പർ. തീർച്ചയായിട്ടും ഒരു ഫാമിലി കാണാനുള്ള നല്ല പടമാണ്. തീർച്ചയായിട്ടും എല്ലാവരുടെ അഭിനയങ്ങളെല്ലാം പ്രത്യേകിച്ച് ബാലനാഗരം വളരെയധികം മിച്ചമായിരിക്കും. ആസിഫിക്കയുടെ ഒരു നല്ല പ്രസൻറ്റേഷൻ, ബാഡ് പാരന്റിങ്ങിനെതിരെയുള്ള ഒരു ഗംഭീര പ്രകടനമായിരുന്നു. ഫീൽ ഗുഡ് ഡ്രാമയാണ് അത്. സിനിമ സൂപ്പറായിരുന്നു. നല്ലൊരു കുടുംബചിത്രം, നല്ലൊരു പാരന്റിങ്. ശരിക്കും കരഞ്ഞുപോയി. ആസിഫിക്ക സൂപ്പറായിരുന്നു, ഒർഹാനും സൂപ്പറായിരുന്നു. കണ്ണു നിറയിച്ചു. ശരിക്കും കരഞ്ഞുപോയി. ഇപ്പോഴും ആ ഒരു ത്രില്ലിൽ നിന്ന് മാറിയിട്ടില്ല.